മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് ആദിത്യൻ ജയൻ. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 2005 മുതൽ മിനി സ്ക്രീനിന്റെ ഭാഗമാണ് നടൻ. സീരിയലുകളിൽ മാത്രമല്ല സിനിമകളിലും ആദിത്യൻ അഭിനയിച്ചിട്ടുമുണ്ട്. മണിയറക്കുള്ളിലാണ് ആദ്യത്തെ സിനിമ. രാജൻ പി ദേവ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അത്. സിനിമയിൽ സഹനടൻ റോളിലാണ് തിളങ്ങി നിന്നപ്പോൾ സീരിയലിൽ സജീവമായപ്പോഴും ആദിത്യൻ ശ്രദ്ധ നേടിയത് നെഗറ്റീവ് റോളുകളിലൂടെയായിരുന്നു എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആകാശത്തോത്, മറ്റൊരാൾ തുടങ്ങി നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. വിവാദങ്ങളിൽ നിറഞ്ഞ കരിയറാണ് തന്റേത്. നടി അമ്പിളി ദേവിയുമായി നടന്ന വിവാഹമോചനമാണ് അതിലൊന്ന്. ഗാർഹിക പീഡനത്തിന് ആദിത്യന്റെ പേരിൽ അമ്പിളി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിവാദങ്ങളിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിൽക്കുകയാണ് താരം. ഇപ്പോഴത്തെ പുതിയൊരു റോളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നടൻ. നടനിൽ നിന്നും അവതാരകനിലേക്ക്. സിനിമ ദി ക്യൂ എന്ന യൂട്യൂബ് ചാനലിലെ പോഡ്കാസ്റ്റിൽ അവതാരകൻ ആദിത്യനാണ്. ആദിത്യന്റെ മനോഹരമായ അവതരണത്തിൽ പതിവ് മുഖപരിപാടികളിൽ നിന്നെല്ലാം തന്നെ വേറിട്ട ഒരു അനുഭവമാണ് ലഭിച്ചുവെന്നും ആസ്വാദകർക്ക് ഒട്ടും മുഷിച്ചിൽ തോന്നാത്ത പരമായ ഒരു പ്രകടനമാണ് എന്നും ഒരുപാട് കമന്റുകൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. സീരിയൽ താരം സ്നേഹാസുന്ദരായിരുന്നു ആദിത്യന്റെ പോഡ്കാസ്റ്റിലെത്തിയ ആദ്യ അതിഥി. ഇരുവരുടെയും സംഭാഷണത്തിന്റെ വീഡിയോകൾ ചെറിയ ഭാഗങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. അതിലൊരു ഭാഗം ചർച്ചയാവുകയാണ്. സ്നേഹ സുരേന്ദ്രനുമായി സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആദിത്യൻ സംസാരിച്ച ഭാഗമാണ് വൈറലായി മാറിയതും ചർച്ചയായി മാറിയതും. കൊളാബ് ചെയ്യുന്നുണ്ടല്ലേ, അതിൽ നിന്നെല്ലാം തന്നെ സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കാറുണ്ടോ എന്നാണ് സ്നേഹയോട് നടൻ ചോദിച്ചത്. കൊളാബ് ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്ന് ചെറിയ രീതിയിൽ വരുമാനം വരുന്നുണ്ടെന്നും കൂടുതൽ പണം ലഭിക്കണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ടി വരുമെന്നാണ് സ്നേഹയും പറഞ്ഞത്. രേണുസുതിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കൂടെ എന്നാണ് പിന്നീട് ആദിത്യൻ ചോദിച്ചത്. വേണ്ട ചേട്ടാ, അതിന് താല്പര്യമില്ല, രേണുസുതി ചെയ്തോട്ടെ, ചേട്ടന് വേറെ അക്കൗണ്ട് താൻ അയച്ചു തരാമെന്നും സ്നേഹ മറുപടി പറഞ്ഞു. അത് കേട്ട് വേണ്ട, താനൊരു ഒരുപാട് മാറിയപ്പോൾ സമാധാനമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മറുപടി. എനിക്കൊന്നും വേണ്ടായിരുന്നു എന്നും നടൻ മറുപടി നൽകി. ഇത് കേട്ട് രണ്ട് കുടുംബം തകർത്തതല്ലേ, അതുകൊണ്ട് സെറ്റാക്കാൻ നോക്കിയാണോ എന്നാണ് ചിലർ നടന്റെ മുൻകാല ജീവിതവുമായി താരതമ്യം ചെയ്ത് വിമർശിച്ചു കുറിച്ചത്. അതേസമയം മറ്റു ചിലർ അതിശയപ്പെട്ടത് നടന്റെ മുഖത്ത് വന്ന മാറ്റം കൊണ്ടാണ്. മുഖം കരുവാളിച്ചിരിക്കുകയാണ്. ഇരുണ്ട നിറമായി മാറിയിരിക്കുന്നു ആദിത്യന്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെയെല്ലാം തന്നെ സംഭവിച്ചു മാറിയത്? കരൾ രോഗം ബാധിച്ചവരുടെ മുഖം ഇത്തരത്തിൽ കരുവാളിക്കുമെന്ന് കേട്ടിട്ടുണ്ട് എന്നും കമന്റ് ബോക്സിൽ ചിലർ കുറിച്ചു. ദൈവം നല്ല എന്തോ പണി കൊടുത്തിട്ടുണ്ട്, ഇയാളുടെ മുഖമൊക്കെ മാറിപ്പോയല്ലോ. ആദിത്യൻ എങ്ങനെയാണ് കറുത്തു പോയത്? മുഖം എന്തു പറ്റി? ലിവർ പോയത് തോന്നുന്നു എന്നിങ്ങനെ നീളുന്നു കമന്റുകളിലൂടെ വിമർശനം. നടൻ ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടുമില്ല. അമ്പിളി ദേവിയുമായുള്ള വിവാഹമോചന കേസ് നടക്കുന്ന സമയത്ത് ആദിത്യൻ കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. സ്വരാജ് റൗണ്ട് നടുവിൽ പരിസരത്ത് കാറിൽ ഞരമ്പ് മുറിച്ചിരുന്ന അവശനായി കിടക്കുകയായിരുന്നു എന്നും ആദിത്യനെ നാട്ടുകാർ കണ്ട് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചതാണ് എന്നും പറയുന്നുണ്ട്. അമ്പിളി ആദിത്യന് ഒരു മകനുമുണ്ട്. എന്നിരുന്നാലും താരത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഇതുവരെ വ്യക്തമായി സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആദിത്യന് ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് തിരക്ക് കമന്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.